Welcome to Flavors of India. എല്ലാ ആക്ടിവിറ്റീസും ഞാൻ കാണുവാണത്. ഇവിടെ പിന്നെ കാളയെ കൊണ്ടൊന്ന് പൂട്ടിച്ച് ഇവിടെ എല്ലാം ഒന്ന് കുത്തി ഇളക്കി അവിടെ റെഡിയാക്കി. എന്നിട്ട് ആ ലേഡിയിൽ ആ ചേച്ചി ഇവിടെ വിത്ത് വിതയ്ക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. ദീദി ഓ കുച്ച് ദിക്കാവോ ദിക്കാവോ എന്താണ് ഇങ്ങനെ നടുന്നത് നോക്കുമ്പോൾ മടുവ മടുവ ഓക്കെ. ഇത് മടുവ. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ റാഗിയാണെന്ന് തോന്നുന്നു. ഇതൊരു റോട്ടി ഉണ്ടാക്കുന്ന കാര്യമാണ്. മടുവ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റാഗി പോലത്തെ ഒരു കാര്യം അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെതറുന്നത്. കുറച്ച് നട്ടു. അപ്പോൾ ഈ വയലിൽ അത് ചെയ്യുന്നു. പിന്നെ ആ വയലിലെല്ലാം ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട് നടക്കുന്നു. എല്ലാ ലേഡീസും ജോലിയിൽ വ്യാപൃതരാണ്. അവരവരുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ഇങ്ങനെ ജോലി സ്ഥലത്ത് വരും, ഖേത്തിയിൽ അതായത് വയലിൽ വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ച് പോയിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവരും. ഇവർക്ക് വലിയ കുക്കിംഗ് ഇല്ല. ഒന്നുകിൽ റോട്ടി അല്ലെങ്കിൽ സബ്ജി, എന്തെങ്കിലും ഒരു കറി അല്ലെങ്കിൽ ദാല്, അതിനപ്പുറം ഒരു ആഹാരം ഇല്ല. ഒന്നാം തരം മഴ വരാൻ പോണ്. ഭയങ്കര ഇടി വെട്ടും. ക്ലൈമറ്റ് ചേഞ്ച് എത്ര പെട്ടെന്നാണല്ലേ ഇവിടെ വരുന്നത്. രാവിലെ മഴ, പിന്നെ അത് കഴിഞ്ഞ് മിസ്റ്റ്, അത് കഴിഞ്ഞ് വെയിൽ, വീണ്ടും മഴക്കോള്. മഴ തുടങ്ങാൻ പോകുന്നതുകൊണ്ടായിരിക്കും കുറച്ച് പണിയെല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആരംഭമാണ്. എന്ത് രസമല്ല ഇവിടെ എല്ലാം പച്ചപ്പ്. ആ ഭാഗത്തെല്ലാം ഇത് ശരിക്കും മഴക്കാലം കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഈ ദേശം മുഴുവൻ നമ്മൾ വന്ന വഴിക്ക് കണ്ട സ്ഥലങ്ങളെല്ലാം സ്റ്റെപ്പ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചൂണ്ടിക്കാട്ടിയ ആ ഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു കാഴ്ചയായിരിക്കും. ഉരുളക്കിഴങ്ങ്, മുള്ളങ്കി എന്ന് പറയുന്ന റാഡിഷ്, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, പിന്നെന്താ ഗെഹു, വീറ്റ്, റാഗി, ബാർലി, അരി, പിന്നെ ഉരുളക്കിഴങ്ങ് ഓഫ് കോഴ്സ്. ഇത്തരം ഇതുപോലെയുള്ള എല്ലാ ചോളം ഇതെല്ലാം ഇങ്ങനെ പല ഭാഗത്തായിട്ടും കാണാൻ സാധിക്കും. ഇതില്ല ബാക്കിൽ കുറേ വീടുകൾ. എന്ത് രസമല്ലേ. അതിനും പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് കാണാം. പിന്നെ അല്ലെങ്കിൽ ഡിയോഡർ മരങ്ങൾ കാണാം, ഫിർ ട്രീസ് കാണാം. അങ്ങനെ നമുക്ക് കണ്ണിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ. തനി ഗ്രാമീണമായൊരു അന്തരീക്ഷം. ഇത് കസോനി എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. കസോനി അൽമോറയിൽ നിന്നും ഏതാണ്ടൊരു 60 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കസോണിയിലെത്താം. കോസോനി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഭയങ്കര തിക്കും തിരക്കുന്നത്. അൽമോറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ ഇങ്ങനെ വലിയ എന്താ പറയുക, ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്ന പോലെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. ഇവിടെ ടൂറിസ്റ്റുകൾ വരും, പക്ഷേ കൂടുതലും ഫോറിനേഴ്സും കുറച്ച് ഇൻലാൻഡ് ടൂറിസ്റ്റുകൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ വന്ന് ശല്യപ്പെടുന്നില്ല. ഇവിടെയും ഉണ്ട് റിസോർട്ടുകളൊക്കെ. പക്ഷേ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ റിസോർട്ടിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ നമ്മൾ കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടിലും നമ്മൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങണം. ഇതുപോലെ ഗ്രാമക്കാഴ്ചകൾ കാണാനായിട്ട് ഈ ഗ്രാമത്തിൻ്റെ കസോനിയുടെ ഹൃദയഭാഗത്തേക്ക് തന്നെ ഇറങ്ങി വരണം. ഇത് ശരിക്കും ചുറ്റോട് ചുറ്റും ഇപ്പോൾ കാണാമല്ലോ മലനിരകളാണ്. ഇതൊരു പ്ലെയിൻ ലാൻഡ്. അപ്പോൾ ഈ വാലിയാണെങ്കിലും കുറച്ച് വിസ്തൃതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു വാലി. അതുകൊണ്ടാണ് ഇത്രയും നിരപ്പായിട്ട് ഇവർക്ക് കൃഷി ഇറക്കാൻ സാധിക്കുക. സാധാരണ ഇപ്പോൾ ഇത്രയും വലിയൊരു വാലി, ഇങ്ങനെ ഒരു നിരപ്പായ പ്ലെയിൻ ലാൻഡ് ഇല്ലെങ്കിൽ കാണാമല്ലോ ഇങ്ങനെ ഈ കുന്നിൻ ചെരുവിൽ തന്നെ പടി പോലെ വെട്ടി അവിടെ കൃഷി ഉണ്ടാവും. പിന്നെ നടുക്ക് കൂടി ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇതിവിടെ അറ്റത്ത് കൂടി ഒരു റിവർ പോകുന്നുണ്ട്, പക്ഷെ വെള്ളം കുറവാണ്. ഉള്ള വെള്ളത്തിനെ അവർ ചാനലൈസ് ചെയ്ത് ചെറിയ ചാല് വെട്ടി ഈ വഴി ആ വഴിയൊക്കെ വിട്ടിട്ടുണ്ട്. അൻപിച്ച ഇടിവെട്ടാണ് ഇവിടെ. മിന്നലില്ല, ഇടി മാത്രം. ചെറുതായിട്ട് മഴയുടെ ഡ്രസ്സിലേക്ക് മഴ വരുന്നു എന്നുള്ള മുന്നോടിയായിട്ടാണ് ഈ ഇടി വരുന്നത്. അതുകൊണ്ടായിരിക്കണം ലേഡീസൊക്കെ ഇവിടുന്ന് പതുക്കെ പോയി തുടങ്ങി. ഈ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി. ഇനി ആ സൈഡിൽ കുറച്ച് പേര് ബാക്കിയുണ്ട്.
പിന്നെ ഞാനിവിടെ ഉണ്ട്. 1-2 പട്ടികളുണ്ട്, അവരുടെ കൂട്ടാണ്. ആ പട്ടി, ഒരു ബ്ലാക്ക് പട്ടി അവരുടെ കൂടെ വന്നതാണ്, ആ ലേഡിയുടെ കൂടെ. ഇനി വേറൊരു പട്ടിക്കുട്ടിയും കൂടി ഞാനിവിടെ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ സമയമാകുന്നു. മഴ ദേ കൂടുന്നു. ചെറിയ ചെറിയ തുള്ളികൾ വലിയ തുള്ളികളായി മാറുന്നതിന് അധികം സമയം വേണ്ട. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് നമ്മളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് പോകും. അത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്ത്. ഞാൻ ഒരുപാട് നടന്നാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. കാര്യം റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്ര സൗന്ദര്യമുള്ള സ്ഥലം നമുക്ക് കാണുമ്പോൾ നമുക്ക് വരാണ്ടിരിക്കാക്കില്ല, നമുക്ക് റെസിസ്റ്റ് ചെയ്യാനേ പറ്റില്ല. बहुत बारिश थोड़ी थोड़ी नहीं. ആഹാ, മഴ തുടങ്ങിയില്ലേ? പോയിക്കൂടെ ഞാൻ ചോദിക്കാം. അപ്പം കുറച്ചുകൂടെ ഉറക്കട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പോകാം. ചോട്ടാ ബാരിഷ് ചെയ്ത് ചെറിയ മഴയാണ്, കുഴപ്പമില്ല. പാവം അവരുടെ ജോലി തീർക്കണ്ടേ അവർക്ക്. ഇതേ അവരുടെ കൂട്ട് ഇതാണ് കൂടെ നടക്കുന്നത്. ഫുൾ ടൈം കൂടെ ഉണ്ട്. അവർ വന്നപ്പോൾ അവരുടെ കൂടെ വന്ന വഞ്ചി ആക്കി കുത്തേ ലേ ചായോക്കെ. ആഹാ, വണ്ടി കയറ്റി കൊണ്ടുപോയിക്കോളാം പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ പറ്റും? ആഹാ, സബ്കെ പീച്ചേ എല്ലാവരുടെ പറയാൻ ഇങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം. മഴ കൂടി പുള്ളിക്കാരി അറിയുന്നില്ലാന്ന് തോന്നുന്നു. നമ്മൾ കുടയും കൊണ്ട് നടക്കണം, അവർ നനയുക. ഈ ഒരു ആംബിയൻസിൽ ഞാൻ മഴയെ സ്നേഹിക്കുകയാണ്. മഴ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാണ്. പക്ഷേ മഴ വന്നപ്പോൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇവിടെ ഖേത്തിയിൽ നിൽക്കുന്ന സ്ത്രീകളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്കലെടുത്ത് തലയിലിട്ട് കുറച്ച് നേരം കൂടി ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊക്കെ. നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മളിങ്ങനെ നിരപ്പായ സ്ഥലത്തൂടെ നടന്നു. ഇനി നമ്മളൊരു കയറ്റം കയറി ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഗ്രാമക്കാഴ്ചകളെല്ലാം കണ്ട് വയൽവരമ്പിലൂടെയെല്ലാം നടന്ന് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറുക. ഇവിടെ ഇങ്ങനെയാണല്ലോ നിരപ്പായ സ്ഥലങ്ങളിലും. പിന്നെ ഇങ്ങനെ കയറി. ഇതിപ്പോൾ ഞാനൊരു വീടിൻ്റെ ഭാഗത്തേക്ക് കയറുകയാണ്. ഈ കുന്നിൻ്റെ മേളിലാണ് അവർ താമസിക്കുന്നത്. അത്യാവശ്യം വഴിയൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ താഴേക്ക് നമ്മൾ കറങ്ങി നടന്ന ഭാഗമെല്ലാം കാണാൻ സാധിക്കും. നമുക്ക് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇത് ഇച്ചിരി മോഡേണായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്തൊക്കെ പഴയ വീടുകളും ഉണ്ട്. ഇത് നോക്കൂ, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? ഈ ഭാഗത്ത് കുറച്ച് പഴയ ടൈപ്പ് ബിൽഡിങ്സ് ഉണ്ട്. അതെല്ലാം മറ്റേ സ്ലേറ്റ് റൂഫാണ്. ചെറിയ കൃഷിയൊക്കെ ഇവിടെയും കൃഷി സ്ഥലം തന്നെ. ഓരോ വീടിൻ്റെയും മുറ്റത്ത് അവർ അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചോളമൊക്കെയാണ്.
നടുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ വീട്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന വീട് കുറച്ചുകൂടെ ആധുനികമാണ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഇവിടുത്തെ വീട്ടമ്മയെ പരിചയപ്പെട്ടു. ഇത് രമാദേവി ഓക്കെ, രമാദേവിയുടെ വീട്ടിലാണ്. അവർക്ക് 2 കിച്ചണുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ചെല്ലാം ആധുനികമായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ അടുപ്പമുണ്ട്, പിന്നെ അല്ലാണ്ട് അടുപ്പ് ഇങ്ങനെ വിറകടുപ്പമുണ്ട്. നല്ല ക്യൂട്ട് ഒരു കുഞ്ഞൊരു ഔട്ട് ഹൗസ് വഴി ചെറിയ അടുക്കള. അപ്പോൾ ഇവരുടെ മെയിൻ ഫുഡ് ഇത് മടുവ എന്ന് പറയുന്ന ധാന്യത്തിൻ്റെ പൊടി. മടുവ നമ്മളിപ്പോൾ പിന്നെ കൃഷി സ്ഥലത്ത് പോയപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നടുന്ന ഒരു കാഴ്ച. ചെറിയ ധാന്യം നമ്മുടെ കൂവരക മാതിരിയൊക്കെ ഇരിക്കുന്നത്, അതിൻ്റെ പൗഡറാണിത്. ഇത് പൊടിച്ചത്. ഇത് വെച്ചിട്ട് റോട്ടിയും അതിൻ്റെ കൂടെ ഒരു സബ്ജിക്കന്നാ ഇതൊരു തരം പയറാണ് ഖേത്തിയിലുണ്ടാവണം. ഇസ്ക നാം ഭട്ട് ഓക്കെ. ഭട്ടെന്ന് പറഞ്ഞാൽ ഒരു കറുത്ത പയർ. ഇത് വെച്ചിട്ട് ഉള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കറുത്ത പയർ, പിന്നെ ടൊമാറ്റോ, സവാള അരച്ച് വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. ഈ മസാല പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചു. മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുന്നു. അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് അരി വെള്ളത്തിൽ കുതിർത്തത് അരച്ചത്. ആ സെയിം കല്ലിൽ വെച്ച് അരച്ചതുകൊണ്ടാണ് ചെറിയൊരു യെല്ലോ കളർന്ന് അവർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു കറി കുറുകാനായിട്ട് അരിയാണ് അരച്ച് ചേർക്കുന്നത് അല്പം. പിന്നെ താളിക്കാനായിട്ടാണ് തോന്നുന്നു ജീരകം വെച്ചിട്ടുണ്ട്. ഉള്ളി, ടൊമാറ്റോ ഓർ നമക്ക് ഓക്കെ. നമുക്ക് ഉപ്പും വേണം, എണ്ണയും വേണം. ഓക്കെ. മസ്റ്റേർഡ് ഓയിലാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. അത് ഈ തണുത്ത പ്രദേശങ്ങളെല്ലാം അങ്ങനെയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് ആദ്യം നല്ല ജീരകം ഇടുന്നു. ജീരകമൊക്കെ പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയാണ് തുണരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് ഇത് കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ വഴറ്റി മൂപ്പിക്കണം എന്നാണ് പറയുന്നത്. അന്നെങ്കിൽ ഈ പയറിന് അത്ര സ്വാദുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് ശരിക്കും മൂപ്പിച്ചിട്ടാണ് പിന്നെ വേവിക്കുന്നത്. അത് നമ്മളങ്ങനെ അധികം കാണാത്തൊരു കാഴ്ചയാണ്. പയറിനെ ഇട്ട് കുറേ നേരം വഴറ്റി മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാല അരച്ച് വെച്ചിരിക്കുന്ന മല്ലി, മുളക്, മഞ്ഞൾ, ജീരകം ഇതെല്ലാം കൂടി അരച്ച പേസ്റ്റ്, ധനിയ, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുവാണ്. മസാലയുടെ ഒരു പച്ചച്ചുവ മാറുന്നു. പിന്നെ പാനി. ഇനി അരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് വെച്ചാൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ലൂസാക്കി ഈ കറിയിലേക്ക് ഒഴിക്കുന്നു. വീണ്ടും വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ നന്നായിട്ട് കുറുകും. ചാറ് നന്നായി കുറുകി വരും. എല്ലാ കാര്യങ്ങളും ചേർത്ത് കുറേ വെള്ളം ഒഴിച്ചു. കാര്യം അരി അരച്ച് വെച്ച് ഒരല്പം പേസ്റ്റ് അത് വെള്ളത്തിൽ ചേർത്തു. വെള്ളം കൂടി കലക്കി ഒഴിച്ചു. പിന്നെ വീണ്ടും കുറേ വെള്ളം ഒഴിച്ചു. കാര്യം ഇത് വേകാനുള്ള വെള്ളം വേണമല്ലോ. ഇനി പയറ് വെന്ത ചാറൊന്ന് കുറുകണം. ചാറ് കുറുകും. കാര്യം റൈസ് അരി വെള്ളത്തിൽ കുതിർത്തൊരല്പം അരച്ച് ചേർത്തതാണ്. അതുകൊണ്ടാണ് നല്ല നമ്മൾ ഈ കോൺഫ്ലവറും മൈദയൊക്കെ ചേർക്കുന്നതിന് പകരം അരി അരച്ചതാണ് ചേർക്കുന്നത് തിക്നെസ്സിന്. ഒരു കടലക്കറി മാതിരി. ഇപ്പോൾ ഇച്ചിരി ലൂസാണ്. ഇനി ഈ പയർ നന്നായിട്ട് വെന്ത് ചാറ് കുറുകണം. ഒരു 10 മിനിറ്റും കൂടി എടുക്കുന്നതാണ് പറയുന്നത്. 10-15 മിനിറ്റിനകത്ത് വെന്ത് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന സബ്ജി. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഇതുവരെ ഉപ്പ് ചേർത്തില്ല, ഇനി ഉപ്പ് ചേർക്കാം. ഇതിൽ ചേർക്കാൻ 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ല ശുദ്ധമായ നെയ്യാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാന്ന് പറയുന്നത്, ഹോം മെയ്ഡ്. പിന്നെ ശർക്കര, ഒരല്പം ശർക്കര ഈ കറിയിൽ അവസാനം ചേർക്കാൻ. ഓക്കെ. അപ്പോൾ കറി ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാൻ പോവാണ്. നല്ല കുറുകിയ ചാറോടുകൂടി ആ പയർ കറി റെഡി. ഏതാണ്ട് ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്നൊരു കറി പോലെ. ഒരു ബ്ലാക്ക് കളറിലെ പയറല്ലേ, അപ്പോൾ ആ കറിക്കും ഒരു ചെറിയൊരു ഡാർക്ക് കളറാണ്. പിന്നെ ഇത് ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് കളർ, ഒരു ബ്ലാക്കിഷ് കളർ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്ലാക്കിഷ് ഓക്കെ. എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് ഈ കറിയിലേക്കുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ശർക്കരയും നെയ്യ് അല്ല, പക്ഷേ ഈ റോട്ടിക്ക് വേണ്ടിയിട്ടാണ്. മടുവാടെ മടുവാപ്പൊടിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക റോട്ടിക്ക് വേണ്ടി.
പിന്നെ നല്ല ചൂട് ഉണ്ട്, അടുപ്പിന് കനലുണ്ട്. ഒരു പരന്ന റോട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദോശക്കല്ല് പോലൊരു കാര്യം അടുപ്പിൽ വെച്ച് അല്ല പഴുത്ത് കിടക്കുന്ന സമയത്തായിരിക്കും റോട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നെയ്യും ശർക്കരയും ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു തയ്യാറാക്കി കഴിഞ്ഞിട്ട് നെയ്യ് ഇട്ടിട്ട് ശർക്കര കൂട്ടി കഴിക്കാനാണോ എന്താ പ്ലാനെന്ന് മനസ്സിലായിട്ടില്ല. നോക്കാം. ഉരുട്ടി നന്നായിട്ട് കുഴച്ച സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആക്കി എടുത്ത് ഒരുപാട് ടൈറ്റായിട്ടല്ല, ഒരല്പം ലൂസാക്കിയാണ് കുഴക്കുന്നത്. എനിക്ക് തോന്നുന്നു തട്ടാനായിട്ട് സൗകര്യത്തിനായിരിക്കണം. ഇച്ചിരി ലൂസ് സ്റ്റൈൽ, കുറച്ച് സോഫ്റ്റ് ആൻഡ് ഇതായിട്ടാണ്. ഇത് ഇവരൊരു സ്റ്റേപ്പിളായിട്ടുള്ളൊരു ഫുഡാണ് ഈ മടുവ വെച്ചിട്ടുള്ള റോട്ടി ഒരു പ്രധാന കാര്യമാണ്. അതായത് ഗോതമ്പ് കൊണ്ടാകാം, ഇതുപോലെ മടുവ കൊണ്ടാകാം, അങ്ങനെ പലതരം ധാന്യങ്ങൾ കൊണ്ട് അവർ റോട്ടീസ് തയ്യാറാക്കി കഴിക്കും. അപ്പോൾ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു കാര്യം. അടുപ്പിൻ്റെ സൈഡിലേക്ക് എടുത്ത് വെച്ചു. ഇനി അതിലിരുന്നാണ് അത് ചുട്ടെടുക്കുന്നത്. രണ്ട് സൈഡും ഒന്ന് ചെറുതായി ചൂടാക്കി അത് ഞാൻ കനലിൻ്റെ ഭാഗത്തേക്ക് എടുത്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലെടുത്തിട്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ റോളറിൻ്റെ ആവശ്യമില്ല, പരത്തേണ്ട ആവശ്യം, അങ്ങനെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി അത് പരത്തും. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തി ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ഇട്ടു. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും. എന്നിട്ടത് കനലിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് കനലിൽ വെച്ച് ചുട്ടെടുക്കുക. അതാണ് ഈ പ്രോസസ്സ്. വളരെ സാവകാശം പരത്തി ചുട്ടെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകുന്നതാണ് പറഞ്ഞത്. അങ്ങനെ അത്ര സോഫ്റ്റാണ്. അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇത്തരം പരിപാടി. നമ്മളത്ര ആയിട്ടില്ല കൈവച്ചുള്ള തട്ട്. അയ്യോ, അത് നല്ല എളുപ്പത്തിൽ ചെയ്താൽ കിട്ടേ പൈസ. ഞാൻ റൊട്ടിക്ക് പിടിക്കാറ് ആട്ടാലല്ല. ഓടാ ഓക്കെ. അതായത് ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ മാവ് തടവണം എന്നാണ് പറയുന്നത്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവും. ഒരുവിധം ഒപ്പിച്ചു. അയ്യോ, ഭയങ്കര സോഫ്റ്റാണ്. ഇത് നമ്മളിപ്പോൾ കൂവരക് കുഴച്ചുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഏൽപ്പിച്ചു, ഒരുവിധം ഒപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് റോട്ടി. കണ്ടല്ലോ, ഇങ്ങനെ കനലിൽ വെച്ച് ബാക്കി ചുട്ടെടുത്തു. എന്നിട്ട് കഴിക്കേണ്ടത് നെയ്യ് എടുത്തിട്ട് അതിലിങ്ങനെ തടവി. നെയ്യ് ഇവിടെ തണുത്ത സ്ഥലമായിട്ട് നല്ല കട്ടയായിട്ട് വെണ്ണ പോലെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ആക്കിയിട്ട് गुड़ किसके लिए? गुड़ इसके ऊपर से मतलब ऐसे ही खाते हैं. हाँ, इसके साथ. ശരി, റോട്ടിക്ക് സാത്ത് ഇതിൻ്റെ കൂടെ ശർക്കരയും കൂടി ചേർത്ത് കഴിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പം നെയ്യ് തടവി അതിൻ്റെ കൂടെ ശർക്കര. നമുക്ക് നെയ്യുന്നു, ഇതിൽ ഉപ്പിടില്ല. അപ്പോൾ മധുരമായിട്ടാണ് കഴിക്കേണ്ടത്. കൊള്ളാം. ദാൽ ബി. ഓക്കെ, ഇതിൻ്റെ കൂടെ കറിയും ശർക്കരയും നെയ്യും. ഇങ്ങനെ കറിയും കൂടെ കഴിച്ച് നോക്കാം. കൊള്ളാം കോമ്പിനേഷൻ. നെയ്യ്, അതിൻ്റെ കൂടെ ശർക്കര, പിന്നെ കുറച്ച് കറി. അതെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ചോദിച്ചു. കറക്റ്റാണ്. അതും ഇതിൻ്റെ കൂടെ കറിയിൽ
ഈ കറിയിലും കൂടി നോക്കിയിട്ട് ഗുഡ് കോമ്പിനേഷൻ. അച്ഛാ തീർച്ചയായിട്ടും പയറിന് ചെറിയൊരു എന്താ പറയുക, വെന്ത് കുഴഞ്ഞ മതിയല്ല, കറക്റ്റാണ്, വെന്തിട്ടുണ്ട്. നമുക്കിന്ന് കടിക്കാനും കിട്ടും. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഗ്രാമത്തിലെ ഈ മഡ്വ കൊണ്ടുള്ള റോട്ടിയും ഈ സബ്ജി ഭട്കി ദാൽ ഇങ്ങനെ പയർ കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു സബ്ജിയും ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ഔട്ട് സൈഡ് വരുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് ഗ്രാമത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ കൗസോനിക്ക സ്പെഷ്യലാണിത്. നല്ല രസമുള്ള ഒരു കറി, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് പുറത്തേക്ക്. ഓക്കെ, താങ്ക് യു. അങ്ങനെ കസൗനിയിലെ വിശേഷങ്ങളെല്ലാം ഏതാണ്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ മനോഹരമായ പാടശേഖരങ്ങൾ, പലതരം കൃഷി, അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു കസൗനിയിൽ. നല്ല ഹൈ റേഞ്ചാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്, എങ്കിലും ബ്യൂട്ടിഫുൾ സ്ഥലം. ക്ലൈമാറ്റിക് ചേഞ്ചസ്, മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മളുടെ യാത്ര പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയും മുന്നോട്ട് തന്നെ പോകണം. വീണ്ടും നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് മറ്റൊരു ലാൻഡ്സ്കേപ്പാണ്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. ശരിക്കും നമ്മുടെ ആ ഒരു വേനൽക്കാലം ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. എന്താ പറയണ്ടേ, ഭയങ്കര ഫോഴ്സിൽ ഒഴുകിക്കൊണ്ടിരുന്ന നദിയാണ് ഈ ഭാഗത്തൊക്കെ. ശക്തമായി ഒഴുകിക്കൊണ്ടിരുന്ന നദിയുടെയൊക്കെ അവസ്ഥ നോക്കൂ. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. മണൽത്തിട്ടയൊക്കെ കാണാം. അതിൻ്റെ മുകളിലുള്ള ഒരു ബ്രിഡ്ജുണ്ട്, പക്ഷേ വെള്ളമേ ഇല്ല. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ മഴക്കാലത്തിന് മുന്നേ സമ്മർ പീരീഡ്, വേനൽക്കാലമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് കാലഘട്ടത്തിലെല്ലാം ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചാൽ ഇത്തരം കാഴ്ചകൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. നദികളെല്ലാം വറ്റി വരണ്ട് ഇങ്ങനെ വളരെ ശോചനീയമായ അവസ്ഥയിൽ പോകുന്നു. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും വാസ്തവത്തിൽ. കാര്യം നമ്മൾ ഏറ്റവും മനോഹരിയായിട്ട് നദികളെ കാണുന്ന അങ്ങനെ കാണാനല്ലേ ഇഷ്ടം. നദികളിങ്ങനെ വളരെ ശക്തമായി ഒഴുകുന്ന കാഴ്ച. അതല്ലാണ്ട് ഇങ്ങനെ വളരെ കഷ്ടത്തിൽ ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതുപോലെ തന്നെ ഈ പച്ചപ്പ് കുറയുമ്പോഴും നമുക്ക് വിഷമമാണ്. എന്തായാലും ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണണം. ഇത് നമ്മളുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് നേച്ചറിന് തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ക്ലൈമറ്റും വെജിറ്റേഷനും ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. മഴയായി കഴിഞ്ഞാൽ പിന്നെ മഴയുടെ ബഹളം, പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, അങ്ങനത്തെ കാര്യങ്ങൾ. അതല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ മഞ്ഞുകാലം. അപ്പോൾ സീസൺസ് മാറുന്നതിനനുസരിച്ച് ഓരോ സ്ഥലത്തിൻ്റെയും ടോപ്പോഗ്രാഫി മാറുന്നു, അതിൻ്റെ സൗന്ദര്യം മാറുന്നു, ഒക്കെ മാറുന്നു. എന്തായാലും നമ്മളുടെ യാത്ര നമ്മൾ തുടരാൻ പോവുകയാണ്. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് നൈനിറ്റാളിൽ വെച്ചാണ്. നൈനിറ്റാൾ എന്നുള്ള ആ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ കാണണ്ടേ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്. പക്ഷേ എൻ്റെ യാത്ര തീരുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. പക്ഷെ നാളെ കാണാം. അതുവരെ